നരേശ പരേശ മഹേശ വിലേശയ ഭൂഷൺ. ആശ്രിത വത്സലനായി അഭയ വരദായകനായി ജന്മജന്മാന്തര പാപങ്ങൾക്ക് മോക്ഷം നൽകി കമൂഞ്ചേരിയിൽ പത്നിപുത്ര സമേതനായി കിരാതമൂർത്തി ഭാവത്തിൽ വാണരുളുന്ന മഹാദേവൻ തിരുവിളങ്ങോനപ്പന്റെ ആയില്യം തിരുനാൾ മഹോത്സവവും 19ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ മഹായജ്ഞവും 2016 മാർച്ച് 11 മുതൽ മാർച്ച് 20 വരെ. ജീവിതത്തിൽ അത്യപൂർവമായി ലഭിക്കുന്ന ധന്യമുഹൂർത്തമാണ് ഭാഗവത കഥാശ്രവണം. മാർച്ച് 11 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ സപ്താഹ മഹായജ്ഞത്തിന്റെ ഭദ്രദീപം തെളിയിക്കുന്നു. മാർച്ച് 12 ശനിയാഴ്ച രാത്രി 8 മണിക്ക് കാവ്യാഞ്ജലി നൃത്തഭവൻ അവതരിപ്പിക്കുന്ന നൃത്തനൃത്യങ്ങൾ. മാർച്ച് 13 ഞായറാഴ്ച രാത്രി 9:30 മുതൽ മേജർ സെറ്റ് കഥകളി സന്താന ഗോപാലൻ. മാർച്ച് 16 ബുധനാഴ്ച രാത്രി 8 മണി മുതൽ യുവദർശന ചിറ്റാശ്ശേരി അവതരിപ്പിക്കുന്ന നാടൻ പാട്ട്. മാർച്ച് 18 വെള്ളിയാഴ്ച രാത്രി 7:30 മുതൽ നാട്യകലാക്ഷേത്ര കമൂഞ്ചേരി അവതരിപ്പിക്കുന്ന നാട്യപുഷ്പാഞ്ജലിയും നൃത്ത അരങ്ങേറ്റവും. മാർച്ച് 19 ശനിയാഴ്ച 9 മണി മുതൽ മേജർ സെറ്റ് കഥകളി ദേവയാനി ചരിതം നിഴൽക്കൂത്ത്. പൊന്നുതമ്പുരാന്റെ ആയില്യം തിരുനാൾ മാർച്ച് 20 ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് അറുപറ നിവേദ്യം. വൈകിട്ട് 4 മണി മുതൽ ദേശത്തിന്റെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന പ്രൗഢഗംഭീരമായ ഘോഷയാത്ര. രാത്രി 10 മണി മുതൽ പുണ്യപുരാണ നൃത്ത സംഗീത നാടകം ശ്രീ ഭദ്രായനം. രാത്രി 12 മണി മുതൽ എഴുന്നള്ളത്തും വിളക്കും. രാത്രി 2 മണി മുതൽ കാഞ്ഞിരപ്പള്ളി അമല അവതരിപ്പിക്കുന്ന ഗാനമേള. രാവിലെ 5 മണി മുതൽ നേർച്ചക്കമ്പം. ആദിദേവനും അതിദേവനുമായ ശ്രീ മഹാദേവൻ തിരുവിളങ്ങോനപ്പന്റെ അനുഗ്രഹാംശം സ്വീകരിക്കുവാൻ എല്ലാ ഭക്തജനങ്ങളെയും പൊന്നുതമ്പുരാന്റെ മണ്ണിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരേ ശിലാപീഠത്തിൽ 3 വിഗ്രഹങ്ങൾ, അതായത് കിരാത ശിവനും കിരാത പാർവതിയും വേട്ടയ്ക്കൊരു മകൻ സങ്കല്പത്തിലുള്ള അയ്യപ്പ രൂപവും ചേർന്ന് ഒരേ വിഗ്രഹത്തിൽ കുടികൊള്ളുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിലെ ഉത്സവം 11-ാം തീയതി ആരംഭിച്ച് 20-ാം തീയതി അവസാനിക്കുകയാണ്. ഈ തിരുത്സവം സംബന്ധിച്ച് ഈ ക്ഷേത്രത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന മുഴുവൻ ഭക്തജനങ്ങളെയും ഭഗവാന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്.